അപ്പം കാർത്തിക നക്ഷത്രത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കാർത്തിക നക്ഷത്രത്തിനെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം, സന്താനങ്ങൾക്ക് ദുരിതമുണ്ടാകുന്ന ഒരു കാലഘട്ടമുണ്ട്. അത് രാത്രി പെണ്ണ് കട്ടിലോട്ട് ഇരുന്നുകൊണ്ട് ഭർത്താവ് തൊടാൻ പോകുമ്പോൾ പറയുന്നത് തൊടരുത്, എന്നെ നശിപ്പിക്കരുത്. ആ വാക്ക് അത് അയാളെ ഭയങ്കരമായിട്ട് കൊണ്ട് നശിപ്പിക്കരുതെന്ന് പറഞ്ഞത്. കാരണം ഞാൻ മറ്റവന് വാക്ക് കൊടുത്തു പോയി. നമസ്കാരം. നമ്മുടെ ഓരോ ആശ്രമങ്ങളുടെ കീഴിലും അഭയം തേടി വരുന്നവരുണ്ട്. ഈ അഭയം തേടി വരുന്നവരൊക്കെ തന്നെ ഈശ്വരീയമായിട്ടുള്ള അനുഗ്രഹമുള്ളവരും ഈശ്വരനെ തേടി വരുന്നവരെയുമില്ല, താൽക്കാലികമായി എന്തെങ്കിലും നേട്ടങ്ങൾ കൊയ്യുന്നവരും ഒരു ഷെൽട്ടർ അന്വേഷിച്ച് വരുന്നവരുമാണ്. അങ്ങനെ ഷെൽട്ടർ അന്വേഷിച്ച് വരുന്നവരുടെ ഒരു താവളങ്ങളാവാറുണ്ട് പല ആശ്രമങ്ങളും. ശ്രീ രവിശങ്കരൻ്റെ ആശ്രമത്തിലാണെങ്കിലും മാതാമൃതാനന്ദമയുടെ ആശ്രമങ്ങളിലാണെങ്കിലും ഞാൻ കണ്ടിട്ടുള്ള പല ആശ്രമങ്ങളിലും ഇത്തരത്തിലുള്ള ക്രിമിനൽ മൈൻഡുള്ള ആൾക്കാർ വന്ന് നിൽക്കും. അത്തരത്തിലുള്ള ക്രിമിനൽ മൈൻഡുള്ള ആൾക്കാർ കുറേ കാലം കഴിയുമ്പോൾ അവിടുത്തെ ആചാര്യന്മാരെ ദ്രോഹിക്കുകയും അവരെ വഞ്ചിക്കുകയും പറ്റിക്കുകയും ചതിക്കുകയും ഒക്കെ ചെയ്തിട്ട് അവിടുന്ന് പുറത്താക്കപ്പെടുകയോ പുറത്തു പോവുകയും ചെയ്യും. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആചാര്യന്മാർക്ക് ഇവരെ കാണുമ്പോൾ തന്നെ ഇതൊക്കെ മനസ്സിലാവും. പക്ഷേ ഇവരെ പുറത്തു വിട്ടാൽ ഇവർ ഭൂമിയുടെ ഭ്രമണപഥം നിലപ്പിക്കും എന്ന് ഈ ആചാര്യന്മാർക്ക് ബോധ്യമുള്ളത് കൊണ്ട് ഒരു കാലഘട്ടം വരെ ഈ ഭൂമിയെ നശിപ്പിക്കാൻ നിൽക്കുന്നവർ ആ നശിപ്പിക്കുന്ന കാലം വരെ തന്നെ ഇവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞ് ഇവരുടെ ഉള്ളിൽ ഉറഞ്ഞിരിക്കുന്ന വിഷാംശം നശിച്ചതിന് ശേഷം ഈ ആശ്രമത്തിൽ നിന്ന് പുറത്തു പോകട്ടെ എന്നവർ കരുതും. അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ എൻ്റെ മുമ്പിലുണ്ട്. ഉത്തമ പൊരുത്തം ഉണ്ടായി വിവാഹം കഴിച്ചു. ഉത്തമ പൊരുത്തമാണ്, 10ൽ 10 പൊരുത്തമാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാരനാണെങ്കിൽ പൊരുത്തം മാത്രം നോക്കിയാൽ മതി. ഒരുപാട് കല്യാണങ്ങൾ വന്നു. ഇഷ്ടപ്പെട്ട സൗന്ദര്യബോധം ഒരുപാടുള്ള ചെറുപ്പക്കാരനാണ്. ഒരുപാട് സൗന്ദര്യബോധമുണ്ട്. ഒരുപാട് സുന്ദരിമാരായിട്ടുള്ള പെൺകുട്ടികൾ വന്നിട്ടുണ്ടെങ്കിലും അവന് ജാതകത്തിൽ അന്ധമായ വിശ്വാസം. ജാതകം അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ആ പുള്ളിയോട് ചോദിച്ച പല ചോദ്യങ്ങളും എനിക്ക് വളരെ കൗതുകമായിട്ട് തോന്നിയിട്ടുള്ള ഒരു പയ്യനാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഇത്ര അന്ധമായിട്ട് ഇത് വിശ്വസിക്കാനുള്ള കാരണം എന്താണ്? അതെനിക്ക് അറിഞ്ഞുകൂടാ സ്വാമി. അപ്പം ഞാൻ എൻ്റെ അടുത്ത് പറഞ്ഞതിന് ഇപ്പോൾ എത്ര പേരെടുത്ത് പോയി. അപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലായിടത്തും പോയിട്ടുണ്ട്. ഞാൻ എനിക്ക് ജ്യോതിഷം അറിഞ്ഞുകൂടാ, ഇയാൾ എന്ത് വിശ്വസിച്ചാണ് വന്നത് അതെനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും സ്വാമിയുടെ വീഡിയോ ഒക്കെ DNA കാണും. ഞാൻ പറഞ്ഞു, ഞാൻ ചുമ്മാ വായിൽ പറയണത് പറയുകയാണ്, കർണേഷ്യയാണ്. അതൊക്കെ ശരിയാണോ എന്ന് തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. തെറ്റില്ല, സ്വാമിക്ക് തെറ്റില്ല. അതെന്താ തെറ്റാത്തത്? അത് എൻ്റെ 2-3 കല്യാണത്തിന് സ്വാമി വിളിച്ച് ചോദിച്ച്, ഇയാൾക്ക് കല്യാണം ഭാഗ്യമില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ കല്യാണം കഴിച്ചു. അപ്പോൾ ഭാഗ്യമില്ല എന്ന് പറഞ്ഞ ആൾ കല്യാണം കഴിച്ചാൽ, അല്ല ഭാഗ്യമില്ലാത്തതുകൊണ്ട് കല്യാണം കഴിച്ചെങ്കിലും കല്യാണ ഭാഗ്യമില്ല സ്വാമി. അതെന്തേ? ഞാൻ കല്യാണം കഴിച്ചു, പക്ഷേ ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ ഒരു പൊരുത്തവും ഇല്ല. ജ്യോതിഷന്മാർ 10 പൊരുത്തം എഴുതി തന്നില്ലേ? പൊരുത്തം എഴുതി തന്നു, പക്ഷെ മനസ്സിൻ്റെ പൊരുത്തമില്ല. അതാണ് പ്രശ്നം. പൊരുത്തം നോക്കി കല്യാണം കഴിച്ചു, പൊരുത്തം, പക്ഷെ മനസ്സിന് പൊരുത്തമില്ല. അതിമനോഹരമായ കല്യാണം നടന്നു. എവിടെ? ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചു. അദ്ദേഹത്തിൻ്റെ അമ്മ എന്നെ വിളിച്ചു, സ്വാമി എൻ്റെ മകൻ ഭയങ്കര ജ്യോതിഷ വിശ്വാസിയാണ്. അവൻ ജ്യോതിഷം തന്നെത്താൻ പറയുകയും പഠിക്കുകയൊക്കെ ചെയ്യും. അവസാനം ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു. ഇപ്പോൾ ഇവർ തമ്മിലുള്ള വിഷയം വലിയ വിഷയമാണ്. ഞാൻ സ്വാമിയുടെ DNA ചാനൽ എന്നും കാണുന്നതാണ്. ഞാനൊന്ന് കാണാൻ പറഞ്ഞു സ്വാമിയെ. ഞാൻ പറഞ്ഞു, വെമ്പായത്ത് ഞാൻ ആരെയും കാണൂല, പക്ഷേ വെമ്പായത്ത് തന്നെ വന്നു. ശരി, വന്നോളാൻ പറഞ്ഞു. നല്ലൊരു ചെറുപ്പക്കാരൻ. ഭാര്യയെ കൊണ്ടുവരാൻ പറഞ്ഞു. അവൾ വരത്തില്ല സ്വാമി. എന്താ? അവർക്ക് ജ്യോതിഷത്തിൽ വിശ്വാസമില്ല. എന്തായാലും ഇദ്ദേഹം വന്നു. ഞാൻ സംസാരിച്ചു. സുന്ദരിയായ പെണ്ണിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ച ചെറുപ്പക്കാരൻ പൊരുത്തത്തിൻ്റെ സൗന്ദര്യം നോക്കി 10 പൊരുത്തം ഉത്തമമായിട്ടുള്ള പെണ്ണിനെ കല്യാണം കഴിച്ചു. ഗുരുവായൂർ വെച്ച് കല്യാണമൊക്കെ കഴിച്ചു. വീട്ടിൽ നടപ്പടി കയറിയപ്പോൾ കാല് തട്ടി മുറിഞ്ഞ് ചോര വന്നു. പോരെ? നടപ്പടി കയറുമ്പോൾ കാല് തട്ടി ചോര വന്നു. സ്വാമി അപ്പം തുടങ്ങി പ്രശ്നം. വിളക്കായിട്ട് അവൾ മറിഞ്ഞു വീണില്ല എന്നുള്ളതാണ്. അന്ന് രാത്രി അവൾ പറഞ്ഞു, ഞാനൊരു കാര്യം പറയട്ടെ. എന്താണ്? ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത് എൻ്റെ അമ്മ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ അച്ഛൻ മരിച്ചുപോയി. ഞാൻ ഈ കല്യാണം നടത്തിയില്ലെങ്കിൽ അമ്മ മരിക്കുമെന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ എനിക്ക് നിങ്ങളെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടാൻ കഴിയില്ല എന്ന്. തകർന്നു പോവില്ലേ ഒരു ചെറുപ്പക്കാരൻ? ഒന്ന് ആലോചിച്ചു പോകും. ഞാനാണെങ്കിൽ തകർന്നു പോകും. ആദ്യ രാത്രി ഒരു പെണ്ണിനെ സ്നേഹിക്കാത്തൊരുത്തൻ, നമ്മളതല്ല കേട്ടാ, ഒരു പെണ്ണിനെ സ്നേഹിക്കാത്തൊരുത്തൻ, ജ്യോതിഷ ശാസ്ത്രത്തിലൂടെ മാത്രം പൊരുത്തം നോക്കി കല്യാണം കഴിക്കണ ഒരുത്തൻ, ഉത്തമം ജ്യോതിഷം നോക്കി ഇഷ്ടമില്ലാത്ത പെണ്ണിനെ, അധികം മോശമൊന്നുമില്ലാത്ത പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ആദ്യ രാത്രി നടപ്പടി കയറുമ്പോൾ കാല് തട്ടി മുറിഞ്ഞ് ചോര വന്നു. വിവാഹ കട്ടിലിൽ വെച്ച് അവൾ പറയുന്നു,
ദേഹത്ത് തൊട്ട് കളിക്കരുത്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ദേഹത്ത് തൊടുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളെ മാനസികമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റില്ല. അല്ലെ, ഞങ്ങൾക്ക് 10 പൊരുത്തമുണ്ട്, 10 പൊരുത്തം പറ്റില്ല. എനിക്ക് ഒരാളുമായിട്ട് ഇഷ്ടമുണ്ടായിരുന്നു. അദ്ദേഹം എൻ്റെ ജാതിയല്ല. ഞങ്ങൾ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ പ്രേമിച്ചിരുന്നവരാണ്, ഇഷ്ടപ്പെട്ടിരുന്നവരാണ്. എൻ്റെ അമ്മ ആത്മഹത്യ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ചതാണ്. എന്നോട് പൊറുക്കണം, എന്നെ നശിപ്പിക്കരുതെന്ന്. എന്തോന്ന് പറയും? നശിപ്പിക്കരുതെന്ന്. ഈ ചെറുപ്പക്കാരൻ്റെ ഒരു മാനസികാവസ്ഥ ആലോചിച്ച് നോക്കൂ. ആ പെൺകുട്ടി കട്ടിലിൽ എഴുന്നേറ്റ് ഇയാളെ മുട്ടിൽ കാലിൽ തൊട്ടുകൊണ്ട് മുട്ടിൽ തലയാച്ച് കരഞ്ഞു, എന്നോട് ക്ഷമിക്കണം, എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. നമ്മളതിൻ്റെ ഒരു ദയനീയമായ ഒരവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ സ്വാമിയാണെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ കുറേ നേരം മിണ്ടാതിരുന്നു. ഞാൻ എന്ത് ചെയ്യും? അല്ല, നമ്മൾ എന്ത് ചെയ്യാനാണ്? നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് എൻ്റെ ഒരു സ്ഥിതി. 12 പുസ്തകം എഴുതാൻ പറ്റുന്നില്ല. ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും കേട്ട് ഇതുപോലുള്ള സംഘർഷങ്ങളും കേട്ട് ഒന്നും എഴുതാൻ പറ്റാതെ ടീച്ചർ ഡെയിലി വഴക്കാണ്. പുസ്തകത്തിൻ്റെ വരുമാനം തന്നെയാണ് സ്വാമി നമ്മൾ ജീവിക്കണേ. സ്വാമി 47 പുസ്തകം എഴുതി നിർത്തിവെക്കുവാണ്. ഇനി 3 പുസ്തകം എഴുതിയാലേ ഇപ്പം ഡിസംബർ ആകുമ്പോൾ സ്വാമിയുടെ 64 വയസ്സ് തുടങ്ങും. 63 വയസ്സ് തികഞ്ഞ് സ്വാമിക്ക് 64 വയസ്സ് തുടങ്ങും. അന്നെങ്കിലും രാവണൻ്റെ 10 ദിവസത്തെ തലയിലെ 10 ദിവസത്തെ ചിന്തകളെക്കുറിച്ച് എഴുതിയ പുസ്തകം എഴുതി തരാമെന്ന് സ്വാമി പറഞ്ഞ. എന്നിട്ട് സ്വാമി ഈ കല്യാണം കഴിക്കാത്ത ആദ്യ രാത്രി എന്നെ തുടരുതെന്ന് പറഞ്ഞ പെണ്ണുങ്ങളെ കഥകളും കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ബുക്ക് എഴുതി തന്നില്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ദാമ്പത്യത്തിന് പ്രശ്നം ഉണ്ടാകുമെന്ന് ഈ കല ടീച്ചർ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു തുടങ്ങി. എനിക്ക് എഴുതാൻ പറ്റണില്ലെന്ന്. ആ മുറിയുടെ ഒരു അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. ജ്യോതിഷത്തിൽ പ്രേമിച്ച് ഭ്രാന്തി പിടിച്ച് പൊരുത്തങ്ങൾ നോക്കി 10 പൊരുത്തമുള്ള പെണ്ണിനെ കല്യാണം കഴിച്ച് ആദ്യ രാത്രി പെണ്ണ് കട്ടിലോട്ട് ഇരുന്നുകൊണ്ട് ഭർത്താവ് തൊടാൻ പോകുമ്പോൾ പറയുന്നത് തുടരുത്. ഇതാണ് പ്രശ്നം. എന്നെ നശിപ്പിക്കരുത്, ആ വാക്ക് അത് അയാളെ ഭയങ്കരമായിട്ട് കൊണ്ട് നശിപ്പിക്കരുതെന്ന് പറഞ്ഞത്. കാരണം ഞാൻ മറ്റവന് വാക്ക് കൊടുത്തു പോയി. ഒരു ജന്മമുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ ശരീരവും എൻ്റെ മനസ്സും നിനക്ക് മാത്രമാണെന്ന് ഈ പെൺകുട്ടി മറ്റവൻ്റെ അടുത്ത് പറഞ്ഞു പോയി. ഞാൻ പറഞ്ഞു, എനിക്ക് ആ കുട്ടിയൊന്ന് കാണാൻ പറ്റുമോ? അവിടെ വരൂല സ്വാമി, അവൾക്ക് സ്വാമിയെ അറിയാം, സ്വാമിയുടെ ബുക്കൊക്കെ വായിക്കണമാണ്, സ്വാമിയുടെ മനോരമ നോവൽ വായിക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. ദുർബലമായ മനസ്സ്. ഞാൻ മണ്ടത്തരം, എൻ്റെ വേദാങ്കുലിയും എൻ്റെ മണികർണികയും പിന്നെ അനന്തഭദ്രവും ഒക്കെ ഞാൻ അതിനകത്ത് എഴുതിയതില്ലേ, മാടൻകുല്ലിയൊക്കെ ദുർബലമായ എഴുത്തല്ലേ അതിനകത്ത്. നമ്മളെ വളരെ സോഫ്റ്റായിട്ടുള്ള എഴുത്തല്ലേ. അതിനെയൊക്കെ അന്ധമായി പ്രണയിക്കുന്ന പെണ്ണെന്ന് പറഞ്ഞാൽ പ്രണയത്തിൽ നിന്ന് ഒരാളുടെ മാറില്ല. പ്രണയ നോവലുകളില്ലേ അതിനകത്തുള്ള ജീവിതത്തിലുള്ള ചെറിയ മുഹൂർത്തങ്ങളും പ്രശ്നങ്ങളും ഒക്കെ. ഇതിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അത് വേണി, ആ കുട്ടിയുടെ പേര് വേണു എന്നാണ് പേര്. വേണിയും വേണു. ഞാൻ പേര് പറയും കേട്ടാ, ആ സ്വാമി പറഞ്ഞോണം. അപ്പോൾ അവളിനെ കൊണ്ട് കേസ് കൊടുക്കുമോ? സ്വാമി DNA പേര് പറഞ്ഞു എന്ന് പറഞ്ഞു. ഇല്ല, വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് 6 മാസമായി. പുറത്തത് ഏറ്റവും മാതൃകാപരമായി വിവാഹം കഴിഞ്ഞ് സിനിമയ്ക്ക് പോവും, കല്യാണങ്ങൾക്ക് പോവും. വിശേഷമൊന്നും ഇല്ലേ എന്ന് നമ്മുടെ തണ്ണീമണികൾ ചോദിക്കും. അല്ല വേണി, നിനക്ക് വിശേഷമൊന്നും ഇല്ലേ എന്ന് ചോദിക്കും. അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ ആൾക്കാർ വരാല്ല. ഇപ്പം ഞങ്ങൾ തൽക്കാലം കുട്ടികൾ വേണ്ട, നമ്മൾ പ്ലാനിങ്ങിലാണ്. എന്തിനാണ് പ്ലാനിങ്? ആദ്യം തിരിഞ്ഞ് നടക്കുവാണ്. കാരണം ശരീരവും മനസ്സും മറ്റവന് കൊടുത്തുപോയി. എന്താണ് നമ്മൾ ഇതിനകത്ത് ഉത്തരം പറയാൻ പറ്റുന്നത്? ഞാൻ ഈ പരിപാടി നിർത്താമെന്ന് വിചാരിച്ചു. അല്ല, ഇത് ഞാൻ പറയുമ്പം നിങ്ങൾ വിശ്വസിക്കണുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. നമ്മളൊക്കെ ഇതൊരു യഥാർത്ഥത്തിൽ നമ്മളൊരു ഭാര്യയും ഭർത്താവൊക്കെ സ്കൂട്ടറിൽ ഇങ്ങനെ പോകുമ്പോൾ ഒരു കുഴപ്പമില്ല, സന്തോഷമായിട്ട് കാറൊക്കെ ഓടിച്ച് പോകുമ്പോൾ നല്ല കാണാനുള്ള ഭാര്യയും ഭർത്താവും കൂടെ വണ്ടി ഓടിച്ച് പോവുകയാണ്, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇതാണ് സ്ഥിതി. അപ്പം ഞാൻ ചോദിച്ചു, ഇനിയിപ്പോൾ മറ്റവൻ എവിടെ? അവൻ വിദേശത്ത്. അവൻ കല്യാണം കഴിച്ചാൽ അവൻ ഇല്ല. അപ്പം അവൻ്റെ ഉദ്ദേശം എന്താണ്? അത് നീ അവനും കല്യാണം കഴിക്കൂല. എന്താണ്? എന്നെങ്കിലും ഈ വേണു ഉപേക്ഷിക്കണം. വേണു മനസ്സറിഞ്ഞ് വേണിയെ അവൻ്റെ കൂടെ വിടണം. നടക്കണ കാര്യമാണ്. അതിന് ഞാൻ വല്ല പൂജയും മന്ത്രവാദവും ചെയ്തു കൊടുത്താൽ വേണിയെ വിദേശത്തിരിക്കുന്ന അന്യമതത്തിൽപ്പെട്ട ഒരാളുമായിട്ട് കൊച്ചിലെ 4ാം ക്ലാസ് മുതൽ പ്രണയിച്ചവൻ്റെ കൂടെ വിടാം. ഞാൻ പറഞ്ഞു അവൻ്റെ ഗ്രഹനിലയൊന്ന് അയച്ചു തരാൻ. സത്യം പറഞ്ഞാൽ അവൾ ഗ്രഹനില തന്നു. ഇയാൾ ഏത്? ഈ ഭർത്താവിനെ ഒരു മാനസികാവസ്ഥ, എന്നെപ്പോലുള്ള ഏതോ നല്ല ഭർത്താവാണ്. എന്തായാലും ടീച്ചർ കേൾക്കണ്ട. പിന്നെ അവൻ കൊണ്ടുവന്നു മറ്റവൻ്റെത്. എന്താണ്? ഇവളോടുള്ള സ്നേഹം കൊണ്ടും
അവൾക്കൊരു നല്ല ജീവിതം കിട്ടണമെങ്കിൽ കിട്ടിക്കോട്ടെ സ്വാമി എന്ന് വിചാരിച്ച്. അപ്പം നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ മോശക്കാരനാവും. അത് ആയിക്കോട്ടെ, എന്നാലും അവൾ നല്ല പെണ്ണാണ്, അവൾ ഇത് പറഞ്ഞല്ലോ എന്നാണ് വേണുവിൻ്റെ ഭാഷ്യം. ഞാൻ ജാതകം നോക്കി. സത്യം പറയണോ? സത്യം പറയട്ടെ, ജാതകം അടുത്ത് വയ്ക്കാൻ പറ്റില്ല മറ്റവൻ്റെ. ഒന്ന് അഗ്നിയും ഒന്ന് ജലവും. അഗ്നിയും ജലവും പൂർവ്വജന്മം എടുക്കുമ്പം കഴിഞ്ഞ 2 ജന്മങ്ങളിലും ഇവർ അടിച്ച് ആത്മഹത്യ ചെയ്തവരാണ്. ഏത്? എങ്ങനെ? കല്യാണം കഴിച്ച് ആത്മഹത്യ ചെയ്തവരാണ്. ദാമ്പത്യം പൊരുത്തമില്ലാതെ അവൻ്റെ കൂടെ പോയി 3ാമത് കല്യാണം കഴിച്ച് പോകാൻ കാത്തു നിൽക്കുന്നത്. അതിന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കാത്ത ഭർത്താവ്. നമ്മളിതിനെന്തോന്ന് പറയും? ഞാനിതിന് എന്ത് പറയണം? അങ്ങനെ എന്നാലും ഞാൻ പറഞ്ഞു, സുഹൃത്തെ, എൻ്റെ വേണുവേ, ഞാൻ നിങ്ങളെ നമസ്കരിക്കുവാണ്, ഞാൻ നിങ്ങളെ പാദ നമസ്കാരം ചെയ്യുവാണ്. നിങ്ങളൊരു വലിയ മനസ്സ്. ഞാനിത് നോവൽ എഴുതണ മനോരമയിലേക്കും മംഗളത്തുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ, ഞാൻ എഴുതുന്നതായിരുന്നെങ്കിൽ ഞാൻ ഇതൊരു ഭയങ്കര നോവലായിട്ട് എഴുതിയേനെ. കാരണം നിങ്ങളുടെ ഒരു വലിയ മനസ്സ്, നിങ്ങളൊന്നും അല്ലെങ്കിലും നിങ്ങൾ മറ്റവൻ്റെയും ഈ ഭാര്യയുടെയും ഒപ്പമുള്ള ഭാര്യ, വിവാഹം കഴിച്ച ഭാര്യയുടെയും ജാതകം ചേരുമോ നോക്കാൻ എൻ്റെ അടുത്ത് കൊണ്ടുവന്നില്ലേ? അപ്പം ഇങ്ങനെയുള്ള മനുഷ്യരും നമുക്ക് ചുറ്റുമുണ്ട്, ഇല്ലേ? ഇവിടെ സംശയത്തിൻ്റെ ഭാര്യയും ഭർത്താവും, ഇത് ഒന്ന്. അടുത്ത ഒരു ഭാര്യയും ഭർത്താവും, 2 പേരും തമ്മിൽ ബാങ്കാണ്. ഉത്തമ ദമ്പതികൾക്കുള്ള അംഗീകാരം കൊടുത്ത് ബാങ്കുകാർ, ഉത്തമ ദമ്പതികളാണ് ഒരു ബാങ്കിലെ. ഭാര്യ എന്നെ വിളിച്ച്, സ്വാമി, ഞാൻ സ്വാമിയോട് പേഴ്സണലായിട്ട് ചോദിക്കേണ്ടത്, DNA പോയിരുന്ന് വായിക്കരുത്. എന്താണ്? ഞാനൊന്ന് മുരുപ്പാലത്തടി മാടൻ തമ്പുരാൻ ക്ഷേത്രത്തിൽ ഒന്ന് ബുക്ക് ചെയ്തിട്ടെ. ഞാൻ പറഞ്ഞു, ഞാൻ ബുക്ക് ചെയ്തോളൂ. അങ്ങനെ ബുക്ക് ചെയ്ത് ഇവർ വന്നു. ഒരു 3 മണിക്കൂർ കഴിഞ്ഞപ്പം അടുത്ത ആൾ വിളിക്കണം. ആര്? ഭർത്താവ്. സ്വാമി, ഒന്ന് കാണണമായിരുന്നു. ഞാൻ എന്താണ്? ഒന്ന് കാണണമായിരുന്നു. ഞാൻ എവിടെ ജോലി? ബാങ്കിൽ. ഞാൻ ഭാര്യയുടെ പേരെന്താണ്? ഈ ഭാര്യയുടെ പേര്. അപ്പം ഞാൻ അവിടുത്തെ ബുക്ക് ചെയ്യണ കുമാരനെ വിളിച്ച് പറഞ്ഞു 2 ദിവസമായിട്ട് കൊടുക്കാൻ. 2 പേരും 2 കള്ളം പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നു. സംഭവം, ഭാര്യയ്ക്ക് ഒരു രഹസ്യ ബന്ധമുണ്ടോ എന്ന് ഭർത്താവിന് സംശയം. ഭർത്താവിന് ഒരു രഹസ്യ ബന്ധമുണ്ടോ എന്ന് ഭാര്യയ്ക്ക് സംശയം. 2 പെൺകുട്ടികളുണ്ട്. അത് ഇരട്ടകളാണ്. എന്നാലോചിക്കണം. 2 ഇരട്ട പെൺകുട്ടികൾ. ഉത്തമ ദാമ്പത്യം എന്ന് സമൂഹം സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഭാര്യയ്ക്കും ഭർത്താവിനും രഹസ്യ ബന്ധങ്ങളുണ്ടോ എന്നുള്ള സംശയത്തിൻ്റെ പേരിൽ മുറിക്കുള്ളിൽ വാതിലടച്ച് കലാപം, പെൺകുട്ടികൾ കേൾക്കാതിരിക്കാൻ. എന്തൊരു സംഘർഷമായിരിക്കും എന്നാലോചിച്ചു. മുറിക്കുള്ളിൽ വാതിലടച്ച് 2 പേരും കൂടെ സംഘർഷപ്പെടുകയാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള സംസാരം നമ്മളൊന്ന് ഒരു ഹ്യൂമറായിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോൾ കുട്ടികളെ ആലോചിച്ച്, കുട്ടികളെക്കുറിച്ച് ചിന്തിച്ചതിന് ശേഷം കുട്ടികളുടെ ഭാവിയെക്കുറിച്ചോർത്ത് ഇവർക്ക് പിരിയാൻ പറ്റില്ല, ഇവർക്ക് ജീവിച്ചേ പറ്റൂ. പക്ഷേ നീ അയാളുമായിട്ടൊന്ന് ഉച്ചയ്ക്ക് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലായി, നീ ആ സമയം ഫോൺ ചെയ്തത് എനിക്ക് മനസ്സിലായി. ഒരാൾ ബാങ്ക് മാനേജരും ഒരാൾ അതിന് താഴെയുള്ള ഒരേ ബാങ്കിൽ തന്നെ ജോലി. ഭാര്യ അവിടെയുള്ള സ്ത്രീയുമായിട്ടുള്ള സംസാരം. ഈ ഒരു ബാങ്കിനകത്തുള്ള ദമ്പതിമാർ തമ്മിലുള്ള സംശയത്തിൻ്റെ കാരാഗൃഹത്തിൽ കിടന്ന് പിടയുന്നതാണ് ഞാൻ കാണുന്നത്. നമുക്കെന്താണ് ചെയ്യാൻ പറ്റുക? ഇത് ഞാൻ പറയുന്ന ഇവിടെ ഈ കൗൺസിലിംഗ് നടത്തുന്ന സൈക്കോളജിസ്റ്റുമാരൊക്കെ ഉണ്ടല്ലോ, ഇവർക്കെല്ലാം ചാകരയാണ്, ചാകര. അവർ 2 പേരുടെയും കേൾക്കും. എന്ത് ചെയ്യാനാണ്? എൻ്റെ അടുത്താണ് ഇത് 2 പേരും വന്നെങ്കിൽ എനിക്ക് ഒരു മറുപടിയില്ല പറയാൻ. നിങ്ങൾ വല്ല മൈതാനത്ത് പോയി അടിച്ച് പിരിയാൻ പറയും. ഞാൻ അടിച്ച് പരസ്പരം കലകിച്ച് മണ്ണ് വാരിയിട്ട് പരസ്പരം ഇടിച്ച് കുറേ പൊട്ടിക്കരഞ്ഞ് പിന്നെ കെട്ടിപ്പിടിച്ച് ഇറങ്ങി പോകാൻ പറയും. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാനാണ് പറ്റുന്നത്? എന്താണ് ഇത്? ഇത് ഒരു മനസ്സാണ്, ഒരു മനസ്സിൻ്റെ പ്രശ്നം. ഇവർ തമ്മിൽ എന്നാൽ അടിസ്ഥാനപരമായി സ്നേഹബന്ധമുണ്ട്. സ്നേഹിച്ച് കല്യാണം കഴിച്ചവരാണ്. സ്നേഹിച്ച് കല്യാണം കഴിച്ച് അന്തസ്സായിട്ട് രാവിലെ കാറിൽ ഒരുങ്ങി സുന്ദരിമാരും സുന്ദരനുമായിട്ടൊക്കെ ഒരുങ്ങി കാറിന് ഭാര്യയും കൊച്ചും പിള്ളേരെയും കൊണ്ടുവന്ന് പിള്ളേരെ സ്കൂളിലോ കോളേജിലോ ആക്കി കഴിഞ്ഞതിന് ശേഷം ഇവർ വണ്ടിയിലിരുന്ന് പരസ്പരം സംസാരിക്കൂല. കാരണം സംസാരിക്കാൻ പറ്റൂല. കോളേജ് ഇത് വിട്ടു കഴിഞ്ഞാൽ അന്നത്തെ ദിവസത്തെ പരസ്പരം കാമുകനും കാമുകിയാണെന്ന് വിശ്വസിക്കുന്നവർ തമ്മിലുള്ള നോട്ടങ്ങളും ചലനങ്ങളുടെയും പേരിൽ
സംശയ രോഗത്തിൻ്റെ പേരിൽ ദാമ്പത്യം തകർത്ത് കളയുന്നവർ, ദാമ്പത്യം അങ്ങ് തകർന്നു പോവില്ലേ, തകർന്നു വീഴുവാണ് ഇല്ലേ? അങ്ങനല്ലേ? ഇതെന്താണ് ദാമ്പത്യം? മനുഷ്യരിത് എങ്ങോട്ട് പോകണു? പരസ്പരം ഒരു വിശ്വാസത്തോടുകൂടി ജീവിക്കുകയല്ലേ വേണ്ടത്? സമാധാനവും ശാന്തിയോടും ജീവിക്കുകയല്ലേ വേണ്ടത്? അല്ലേ? നമ്മൾ അടിപിടിയൊക്കെ ഉണ്ടാവും. ദാമ്പത്യം എന്ന് പറയുന്നത് സീരിയലിലും സിനിമയിലൊക്കെ ആദ്യത്തെ കുറച്ച് കാലമൊക്കെ ഉത്തമമായിട്ട് കാണിക്കും, പിന്നെ അഭിഹിതങ്ങളൊക്കെ കാണിക്കും. അതാണ് സീരിയലുകൾ. സീരിയലുകളാണല്ലോ സന്ധ്യയ്ക്കും ആ നാമജപം പോലും ഇല്ലാതെ ഇപ്പോൾ എല്ലാം നശിപ്പിച്ച് കളയുന്നത്, അല്ലേ? അഭിഹിതങ്ങളില്ലാത്ത സീരിയലുകളില്ല എന്ന് പറയുന്നത് കേട്ടു. ഇതൊരു വല്ലാത്ത ഒരു മനസ്സെന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് പിടിയിട്ടില്ല. ഞാൻ ദൈവത്തിനോട് തന്നെ ചോദിക്കും, എന്തിനാണ് ഈ മനസ്സിൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇടുന്നത്? പരസ്പരം വിശ്വാസവും ഇപ്പം സുന്ദരനായ ഒരു പുരുഷനെ ഒരു സ്ത്രീ നോക്കും, അവരുമായിട്ട് വാചാലമായി സംസാരിക്കുന്ന പുരുഷനോടും തമാശ പറയുന്ന പുരുഷന്മാരോടും സ്ത്രീകൾക്ക് താല്പര്യം തോന്നും. നല്ലവണ്ണം സാരി ഉടുക്കുന്ന, അല്ലെങ്കിൽ നല്ലവണ്ണം സൗന്ദര്യം ഉണ്ടാകുന്ന, നല്ലവണ്ണം സംസാരിക്കുന്ന, എന്നാൽ ഭർത്താവിനോട് മാത്രം ഹൃദയം സമർപ്പിച്ച, മനസ്സ് സമർപ്പിച്ച, ശരീരം സമർപ്പിച്ച സ്ത്രീകളുണ്ടാവും. അവർ വാചാലമായി പുരുഷന്മാരോട് സംസാരിക്കും. തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. ഇത് രണ്ടും തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. ഇവർക്ക് തമ്മിൽ അവിഹിതമായ ഒന്നുമില്ല. പക്ഷേ സംശയമെന്ന് പറയുന്ന രോഗത്തിൻ്റെ മഹാവിപത്തിൻ്റെ ഉള്ളിൽ പെട്ടുകഴിഞ്ഞാൽ, ആ കാരാഗൃഹത്തിനുള്ളിൽ പെട്ടുകഴിഞ്ഞാൽ ആ കാരാഗൃഹത്തിൽ നിന്ന് പിന്നെ പുറത്തിറങ്ങാൻ പറ്റില്ല. 2 നക്ഷത്രമാണ്. അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. മനസ്സിൻ്റെ കാരാഗൃഹത്തിൽ പിളഞ്ഞേ പറ്റൂ. ഞാൻ ഏത് നക്ഷത്രം എന്ന് പറഞ്ഞാൽ ഈ നക്ഷത്രത്തിൽ ഉള്ളവർ ഇനിയിപ്പോൾ നാളെ രാവിലെ മുതൽ എന്നെ വിളിച്ചു തുടങ്ങും, സ്വാമി എനിക്കുണ്ട് ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ. ഇന്ന് രാവിലെ മുതൽ ഫോണാണ്. ഇന്നലെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല, യാത്ര കഴിഞ്ഞ് വന്നതിൻ്റെ ആയിരുന്നു. അപ്പം ഈ മനുഷ്യൻ്റെ വിഷയങ്ങളാണ് ഞാൻ ഈ അവതരിപ്പിക്കുന്നത്, ഞാനീ പറയുന്നത്. ഇതിനൊന്നും പരിഹാരമില്ല. എന്ത് ചെയ്യാനാണ്? അപ്പം ഞാൻ ചോദിച്ചെന്നാൽ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഓരോ കുട്ടികളായിട്ട് കൊണ്ടുപോയിട്ട് പരസ്പരം വേർപെട്ട് താമസിക്കുക. അത് പറ്റില്ല. അപ്പം ഞാൻ ഇനി അങ്ങനെയൊക്കെ അങ്ങനെ ഒരു രഹസ്യ ബന്ധമുള്ളതായിട്ട് നിങ്ങൾക്കൊരു തെളിവുകൾ വല്ലതും ഉണ്ടോ? അല്ല, അവർ ഒരുമിച്ചിരുന്ന് ഞാൻ ചെല്ലാത്ത ദിവസം ഇവർ ഒരുമിച്ച് കാപ്പി കുടിക്കാനായിട്ട് പോയി. അതിനെന്തിനു കുഴപ്പം? അതിനെന്താണ് കുഴപ്പം? അങ്ങനെ കാപ്പി കുടിക്കാനായിട്ട് പോവില്ലേ? ഇനി ഭർത്താവിൻ്റെ അടുത്ത് ചോദിച്ചാൽ, ഭാര്യയുടെ അടുത്ത് ചോദിച്ചാൽ ഇതേപോലുള്ളൊരു സംശയരോഗമായിട്ടുള്ള ഒരു കാര്യങ്ങൾ പറയും. ഇതൊക്കെ യൂഷ്വലായിട്ടുള്ള മനുഷ്യ ജീവിതത്തിൽ ഇത്തരം സംശയങ്ങളൊക്കെ കൊണ്ട് ജീവിക്കാൻ തുടങ്ങിയാൽ ഈ വളർന്നു വരുന്ന കുട്ടികളുടെ ഭാവി എന്താണ്? അല്ലേ? 2 പെൺകുട്ടികളാണ്. അവർക്ക് ഇഷ്ടം പോലെ സ്വത്തുണ്ട്, സൗന്ദര്യമുണ്ട്, പിന്നെ സമ്പത്ത് ഉണ്ട്, നല്ല ഗൃഹമുണ്ട്, വാഹനമുണ്ട്, സമൂഹത്തിൽ അംഗീകാരമുണ്ട്, ബാങ്കിൽ നല്ല ജോലിയുണ്ട്. പക്ഷേ മനസ്സമാധാനമില്ലാതെ, മനസ്സ് കാരാഗൃഹത്തിൽ അകപ്പെട്ടു പോയ, സംശയമെന്ന് പറയുന്ന മഹാരോഗത്തിൻ്റെ കാരാഗൃഹത്തിൽ അകപ്പെട്ടു പോയവർക്ക് എന്ത് ജീവിതമാണ്? അല്ലാത്ത അവസ്ഥയാണ്. നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇതൊക്കെയാണ് നമ്മുടെ ഈ ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കാണുമ്പോൾ ഒരു നല്ല ഫ്രെയിമാണ്, അല്ലേ? സുന്ദരനായ ഭാര്യ, സുന്ദരനായ ഭർത്താവ്, സുന്ദരമായ മക്കൾ, സുന്ദരമായ വീട്, ഇഷ്ടം പോലെ സ്വർണം, ഇഷ്ടം പോലെ സമ്പത്ത്. പക്ഷെ മനസ്സ് എന്ന് പറയുന്ന ഒരു വലിയ സംഭവമാണ്, അല്ലേ? മനസ്സിൻ്റെ സന്തോഷം അതൊരു വലിയ ഘടകമല്ലേ? മനസ്സിന് സന്തോഷിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്ത് കാര്യമാണ്? മനസ്സിന് സന്തോഷം വേണ്ടേ? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നാളത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, ഞാനതുകൊണ്ടാണ് ശ്രീ രവിശങ്കറിൻ്റെ ഒരുപാട് കാര്യം, ശ്രീ രവിശങ്കറിനെ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല, പക്ഷേ ടീച്ചർ അവിടുത്തെ വലിയ ആരാധികയാണ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യയാണെന്നാണ് എൻ്റെ വിശ്വാസം. അത്ര വീട്ടിൽ എൻ്റെ അടുത്ത് എന്നെ കല്യാണം കഴിക്കുമ്പോൾ ഒരു കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, സ്വാമി എനിക്ക് ഒരു ഫോട്ടോ വെക്കണം. ഞാൻ വിചാരിച്ച് മരിച്ചുപോയി അച്ഛൻ്റെ അമ്മയുടെ വല്ലതുമാണ്. നല്ല ശ്രീ രവിശങ്കറിൻ്റെ ഫോട്ടോ ഞാൻ പറഞ്ഞത് വെച്ചോളാൻ. അത് എൻ്റെ ഫോട്ടോയേക്കാൾ വലിപ്പത്തിൽ ഒരെണ്ണം ചെയ്ത് അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അതിനെ തൊട്ട് വണങ്ങിയൊക്കെയാണ് ജീവിക്കണം. പോട്ട് ഒരാളെ മുറുകെ പിടിച്ചിട്ടുണ്ടെങ്കിൽ അത് മതി, അല്ലേ? പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ശ്രീ രവിശങ്കറിൻ്റെ ശിഷ്യന്മാരിൽപ്പെട്ട പല മഹാ ക്രിമിനൽസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു ദിവസം ഒരു വലിയ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഒരു ശിഷ്യനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഗുരുജി ഈ ഇത്തരത്തിലുള്ള ക്രിമിനലുകളെയൊക്കെ ചേർത്ത് പിടിച്ചേക്കുന്നത്? അപ്പോൾ അദ്ദേഹം ചിരിച്ചിട്ട് പറഞ്ഞു, ഒരിക്കൽ ഗുരുജി തന്നെ പറഞ്ഞു, ഇവരെല്ലാം ഇതിൻ്റെ വെളിയിലോട്ട് വിട്ടാൽ ഈ ലോകത്തിൻ്റെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ കറങ്ങുന്ന ഭൂമിയുടെ ഭ്രമണപഥത്തിൽ കാല് വെച്ച് കളയും, നശിപ്പിച്ച് കളയും ഭൂമിയെ. അതുകൊണ്ട് ഇതിനകത്ത് തന്നെ കിടക്കട്ടെ എന്ന്. അതൊരു വലിയ കാര്യമില്ല. ഇവരൊക്കെ വെളിയിലിറങ്ങിയാൽ നല്ല നല്ല നാമധേയങ്ങൾ ഉണ്ടായിട്ടും താടിയും മുടിയും വളർത്തിയിടുന്നതിൻ്റെ കാര്യമില്ല. മനസ്സിൽ നന്മകൾ വേണം. മനസ്സിൽ നന്മ, സത്കർമ്മങ്ങൾ ചെയ്യാനുള്ള മനസ്സ്
സത്കർമ്മങ്ങൾ ചെയ്യാനുള്ള ചിന്തകൾ, അത് ശ്രീ ശ്രീ രവിശങ്കരൻ്റെ ആശ്രമത്തിലുള്ള ഒരു 99.9 ആൾക്കാർക്കുമുണ്ട്. ചെറിയൊരു ശതമാനം ക്രിമിനൽസ് കയറി. അതെല്ലാ ആശ്രമങ്ങളിലും ഉണ്ട്. തിരുവനന്തപുരത്ത് അതിൽ ചിലരുണ്ട് നല്ല ദൈവത്തിൻ്റെ നാമധേയങ്ങളിൽപ്പെട്ട. ഈ ഒരാൾ ഈ അടുത്തൊരു കാലത്ത് ഒരു വലിയ തുക ഒരു കെട്ടിടത്തിൻ്റെ പേരിൽ പറ്റിച്ചുകൊണ്ട് പോയതായിട്ട് ഞാൻ അറിഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഗുരുജി എന്നൊക്കെ പേരിൽ വലിയ വീമ്പളൊക്കെ എന്നായിട്ടൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? അപ്പം ഞാൻ ചോദിച്ചു, എന്താണ് ഇവരൊക്കെ അവിടെ ചെന്ന് അടിയുന്നത് എന്താണെന്ന് ഇങ്ങനെ ചിന്തിക്കും. എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യരുണ്ട് ഈ ഭൂമിയിൽ, അതുണ്ടായിക്കോട്ടെ. അപ്പം നിങ്ങൾ ഇന്നത്തെ സന്തോഷമല്ല, ഇന്നത്തെ ഈ നിമിഷം നീ സന്തോഷിക്കൂ. നാളത്തെ സന്തോഷങ്ങൾക്ക് വേണ്ടി നീ മനുഷ്യനെ നശിപ്പിക്കാതിരിക്കൂ. നാളത്തെ സന്തോഷങ്ങൾക്ക് വേണ്ടി നീ ഇന്ന് ദുഃഖിക്കാതിരിക്കൂ. നിനക്ക് നൽകുന്ന ഓരോ നിമിഷവും നിനക്ക് സന്തോഷിക്കാനുള്ളതാണ്. നീ ദൈവത്തെ അറിയേണ്ടതാണ്, നീ സത്കർമ്മങ്ങൾ ചെയ്യേണ്ടതാണെന്നുള്ള ആ മൂല്യമായിട്ടുള്ള ഗുരുക്കന്മാർ പറഞ്ഞു തരുന്ന ആ മന്ത്രങ്ങളിൽ ജപിച്ചുകൊണ്ട് മുമ്പിലോട്ട് പോയാൽ ഒരു പ്രശ്നമില്ല. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പോയേ പറ്റൂ. ജനിച്ചാൽ മരണം ഉറപ്പാണ്. ആ സമയം വരെ നമ്മൾ ഇത്തരത്തിലുള്ള ഗുരുജിയെപ്പോലുള്ള സത്കർമ്മങ്ങൾ ചെവിയിൽ ഓതിത്തരുന്ന അല്ലേ, അതൊക്കെ വളരെ അദ്ദേഹത്തിൻ്റെയൊക്കെ ഞാൻ അടുത്ത കാലത്ത് ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞതിന് ഒരാൾ എന്നെ ഫോൺ ചെയ്ത് ചോദിച്ചു, സ്വാമി എന്താണ് ഇപ്പം ശ്രീ രവിശങ്കറിൻ്റെ കൂടെയാണോ? സത്കർമ്മങ്ങൾ ആര് ചെയ്താലും ആര് പറഞ്ഞാലും സജ്ജനങ്ങൾ നല്ല ജനങ്ങളായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ ആ വഴിയിലൂടെ സഞ്ചരിക്കണമെന്നാണ്. എന്തായാലും അപ്പം കാർത്തിക നക്ഷത്രത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, കാർത്തിക നക്ഷത്രത്തിനെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം, സന്താനങ്ങൾക്ക് ദുരിതമുണ്ടാകുന്ന ഒരു കാലഘട്ടമുണ്ട്, ഉദരരോഗം വരുന്ന കാലഘട്ടമുണ്ട്, കാൽമുട്ടുകൾക്ക് ക്ഷതമുണ്ടാകുന്ന സമയമാണ്, ഉദരരോഗങ്ങൾക്ക് പകരം നടുവിന് പുറകിൽ നട്ടലിന് ക്ഷതമുണ്ടാകുന്നത് അവസ്ഥയുണ്ട്. കഴിഞ്ഞ അടുത്ത 30 ദിവസത്തേക്ക് നല്ല കാലങ്ങൾക്കൊപ്പം പൂർവ്വജന്മത്തിൽ ജലത്തിലിറങ്ങാതിരിക്കുക, കടലിൽ പോകാതിരിക്കുക, കടലിലോട്ട് മുങ്ങി പോകാതിരിക്കുക, കുളത്തിലിറങ്ങാതിരിക്കുക, ജലവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുളിക്കുമ്പോഴൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം. ധനപരമായിട്ടുള്ള ഒപ്പിട്ട് കൊടുക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കണം. കാർത്തിക എന്ന് പറഞ്ഞാൽ ഞാൻ അശ്വതിയെക്കുറിച്ച് പറഞ്ഞു. അശ്വതി, ഭരണി, കാർത്തികയെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ പലതും പറഞ്ഞു കഴിഞ്ഞതാണ്. ഞാൻ ഏതോ ഒരു ജന്മത്തിൻ്റെ എടുക്കുമ്പോൾ വിധവകളായിട്ട് ജീവിക്കുന്നവരൊന്ന് ശ്രദ്ധിക്കുന്ന കാലഘട്ടമാണ്. വിധവകളായിട്ട് ജീവിക്കുന്നവർ ദന്തക്ഷതമുണ്ടാകാനും കണ്ണുകൾക്ക് രോഗമുണ്ടാകാനും സന്താനങ്ങൾക്ക് ദുരിതമുണ്ടാകാനും വാഹനങ്ങളിൽ നിന്ന് ദോഷമുണ്ടാകാനും ഒക്കെ ഉള്ള ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഉണ്ടാകണമെന്നില്ല. അതുകൊണ്ട് ശിവപ്രീതിക്കുള്ള കാര്യങ്ങൾ ചെയ്യണം. മഹാദേവൻ്റെ ക്ഷേത്രത്തിലെ ധാരകൾ നടത്തുകയും കൂവളമാല സമർപ്പിക്കുകയൊക്കെ ചെയ്താൽ മാറ്റമുണ്ടാകും. പിതൃദോഷങ്ങളുള്ളതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഒരു ചിരട്ടയിൽ എള്ളും ചോറും പച്ചരി എള്ളുമായിട്ട് കുഴച്ച് വേവിച്ച് ഒരു ചിരട്ടയിൽ വെള്ളവും ഒരു ചിരട്ടയിൽ എള്ളുമായിട്ട് കിഴക്ക് ഭാഗത്ത് വയ്ക്കുക. അത് വെച്ച് കഴിഞ്ഞാൽ ആ പിതൃദോഷങ്ങൾക്ക് ശമനമാണ്. പിതൃദോഷങ്ങൾ ഈ ജന്മത്തിലെയല്ല, പൂർവികമായിട്ടുള്ള നമ്മൾ ജനിച്ച സമയത്തുള്ള ആ പിതൃക്കൾക്ക് അപമൃത്യു സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ആയുസിൻ്റെ ബലം ഇല്ലാതെ നശിച്ച് മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വളർത്തിയ മൃഗങ്ങൾക്ക് നാശം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനൊക്കെ തന്നെ ഇതിന് ദോഷം, ഈ പിതൃദോഷത്തിന് നമ്മൾ മൃഗദോഷങ്ങൾക്ക് ഇതല്ല പരിഹാരം. എന്നാൽ പോലും മനുഷ്യന് പരിഹാരം ചെയ്യുമ്പോൾ അത് 6-1 പരിഹാരം ഉണ്ടാകും. അല്ലെങ്കിൽ അളകപ്പൻകോട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അത് ശാന്തിമള ദിനേശൻ എന്നെക്കുറിച്ച് ചെയ്തൊരു പ്രോഗ്രാമിനകത്ത് അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അളകപ്പൻകോട് പോയി മൃഗങ്ങൾക്കുള്ള പരിഹാരങ്ങളും കൂടെ അശ്വതിയും ഭരണിയും കാർത്തികേയ നക്ഷത്രത്തിലുള്ളവർ ചെയ്യുന്നത് വളരെ 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 നല്ലതാണ്. കാലിൻ്റെ ഉപ്പൂറ്റിക്ക് വേദന ഉണ്ടാകുന്നതും ഉപ്പൂറ്റി വെടിച്ചു കയറുന്നതും നഖങ്ങൾക്ക് ക്ഷതമുണ്ടാകാതിരിക്കും. നഖങ്ങൾക്ക് രക്തത്തിൻ്റെ കളർ വന്നിട്ടുണ്ടെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള തകരാറുകൾ വരാതിരിക്കാനും ഹൃദയത്തിനായിട്ടുള്ള ഒരു ചെക്കപ്പൊക്കെ നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. വരുന്ന 30 ദിവസത്തേക്കുള്ള ഫലങ്ങളാണ്. വളരെ ദോഷകരമായിട്ടുള്ള ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾക്കൊപ്പം ഞാൻ ഈ ജന്മത്തിൻ്റെയോ അതിൻ്റെ പൂർവ്വജന്മത്തിൻ്റെയോ ദോഷങ്ങൾ കൊണ്ട് 3-ാം ജന്മത്തിൽ വരാൻ പോകുന്ന ദോഷങ്ങൾക്ക് പരിഹാരമായിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. നല്ല ജ്യോതിഷ പണ്ഡിതന്മാരെ കണ്ട് കൃത്യമായിട്ടുള്ള ജനന സമയവും ഗ്രഹനിലയും കൊടുത്ത് നല്ല ജ്യോതിഷ പണ്ഡിതന്മാർ നല്ലായി ഗണിച്ചു പറയുന്നവരെ കൊണ്ട് പരിഹാരക്രിയകൾ ചെയ്താൽ ഒരുപാട് കാര്യം മാറ്റം 30 ദിവസത്തേക്കുള്ള മാറ്റങ്ങളുണ്ടാകും. പിന്നെ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത്, ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുന്ന മുറികളിൽ ചിലന്തി വലകൾ, പല്ലി, പാറ്റ, ചിലന്തികൾ, ഈ വിഷാംശങ്ങൾ വരാനുള്ള സാധ്യതകളുണ്ട്. അത് വരാതിരിക്കാനായിട്ട് അത് ഇല്ലാതിരിക്കും. ശുദ്ധവും വൃത്തിയുമാക്കിയതിനു ശേഷം മേശപ്പുറവും ശുദ്ധവും വൃത്തിയാക്കിയ മുറിയിലിരുന്ന് ഭക്ഷണം കഴിക്കണം. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രക്കാർ ശുദ്ധവും വൃത്തിയുമുള്ള ചിലന്തി വലകളില്ലാത്ത
പരതയും പാറ്റയും ഒന്നും ഇല്ലാത്ത മുറികളിൽ ഇരുന്ന് വിഷാംശം ഭക്ഷണത്തിലൂടെ അകത്തു പോകാനുള്ള അവസ്ഥകളുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. നാളെ വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം.